നമുക്കിന്ന് ഗോബി 65 എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി കോളിഫ്ലവർ ഒരെണ്ണം, കാശ്മീരി മുളകുപൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പെരുംജീരകം പൊടിച്ചത്, കടലമാവ്, കോൺഫ്ലവർ, മൈദ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ചെറുനാരങ്ങ, കറിവേപ്പില, വറ്റൽമുളക്. ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഇളക്കുക. ഇതിലേക്ക് മുറിച്ചു വച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് 15 മിനിറ്റ് മാറ്റിവെക്കണം. പതിനഞ്ച് മിനിറ്റുകൾക്ക് ശേഷം കോളിഫ്ലവർ ആ വെള്ളത്തിൽ തന്നെ ഒന്ന് കഴുകിയെടുക്കാം. ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് തിളപ്പിക്കുക. വെള്ളം നല്ലതുപോലെ തിളച്ചു വരുമ്പോൾ കോളിഫ്ലവർ ഇട്ടുകൊടുക്കണം. ഒരു മിനിറ്റ് കഴിയുമ്പോൾ കോളിഫ്ലവർ വെള്ളത്തിൽ നിന്ന് കോരിമാറ്റാം. കോളിഫ്ലവർ മാരിനേറ്റ് ചെയ്യാനായി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കടലമാവ്, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒരു കുഴമ്പ് പരുവത്തിലാക്കുക. ഇനി കോളിഫ്ലവറും കുറച്ച് കറിവേപ്പില അരിഞ്ഞതും ചേർത്ത് മസാലയിലേക്ക് യോജിപ്പിക്കുക. രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഇട്ട് വീണ്ടും ഇളക്കുക. മസാലയെല്ലാം കോളിഫ്ലവറിൽ നന്നായി പുരട്ടി അരമണിക്കൂർ മാറ്റിവെക്കണം. അരമണിക്കൂറിന് ശേഷം കോളിഫ്ലവർ ചൂടായ എണ്ണയിലിട്ട് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റിൽ നല്ല ക്രിസ്പിയായി കിട്ടും. രണ്ട് മിനിറ്റ് കഴിഞ്ഞ് കോളിഫ്ലവർ തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ മാറ്റിക്കൊടുക്കാം. വറന്നു വരുന്ന സമയത്ത് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റായി. കോളിഫ്ലവർ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. വളരെ സ്വാദിഷ്ടമായ ഗോബി 65 തയ്യാറായിട്ടുണ്ട്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും അടുത്ത കാണാൻ ആഗ്രഹിക്കുന്ന റെസിപ്പിയും കമന്റ് ബോക്സിൽ എഴുതുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക.